ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയനെ കുറിച്ചിട്ടാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണിത്. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോകളിലെല്ലാം മത്സ്യകൃഷിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഡിഫറെൻറ്റ് മെത്തേഡുകളും ഡിഫറെൻറ്റ് ടൈപ്പ് മത്സ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കൊക്കെ ഞാൻ മാക്സിമം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ ഒന്നും കൂടി എന്നെ റിമൈൻഡ് ചെയ്യണം. ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവാം. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞു സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്രദമാവുക, അല്ലെങ്കിൽ എന്താണ് ഈ ബാക്ടീരിയ, എങ്ങനെ ഉപയോഗിക്കാം, എവിടുന്ന് നമുക്ക് വാങ്ങിക്കാം, അതിൻ്റെ ഉപയോഗക്രമം, അതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പം പഴയ തലമുറയിൽ കൃഷിക്കാരൊന്നും ഈ പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പം ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ആകുന്ന ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ പഴയ തലമുറയിലെ ആൾക്കാർ ചിലപ്പോൾ ഈ പേരൊന്നും അറിയുന്നുണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പുതിയ പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് പുതിയ പുതിയ ഓരോന്ന് സയൻറ്റിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം ഉപകാരപ്രദമാകുന്നത് നമ്മൾ പരീക്ഷ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനത്തെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം. മുമ്പ് മത്സ്യകൃഷിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ മത്സ്യത്തിൻ്റെ വെള്ളം എന്ന് പറയുന്നത്, മത്സ്യകൃഷി ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ലൊരു വളമാണ്. നമുക്ക് അതിനോടൊന്നിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് പച്ചക്കറി കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മത്സ്യത്തിൻ്റെ വെള്ളം നമുക്ക് ഇതിന് നല്ല വളമാണ്. നമുക്ക് പച്ചക്കറി ചെയ്യുന്ന സമയത്ത് ഇതിനൊരു നല്ല വളമായിട്ട് നമുക്ക് ഈ മത്സ്യത്തിൻ്റെ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം മത്സ്യകൃഷി ചെയ്യുന്ന എല്ലാവരും പച്ചക്കറി അതിനോട് അനുബന്ധിച്ച് തന്നെ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം ആ പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കാവുന്ന ഒരു എന്താ പറയുക, ഒരു മിത്ര ബാക്ടീരിയനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ പേര് ഒന്നും കൂടി ഞാൻ പറയാം. സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്നാണ്. ഇതിൻ്റെ ഇംഗ്ലീഷിലാണ് ഇത് എഴുതുന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലെറ്റർ പി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ന്യൂമോണിയ എന്നൊക്കെ പറഞ്ഞ പോലെ പി ആണ് ആദ്യത്തെ ലെറ്റർ വരുന്നത്. അത് സൈലൻ്റ് ആണ്. PS എന്നാണ് തുടങ്ങുക. സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്. ഈ സ്യൂഡോമോണസ് എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് വേറെയാണ്. സ്യൂഡോമോണസ് എഫ് എന്നുണ്ടാവും. ഒന്നിക്കൽ ഫ്ലൂറസൻസ് എന്ന് മൊത്തം ഉണ്ടാവും, അല്ലെങ്കിൽ എഫ് എന്നുണ്ടാവും. ഇത് നമ്മൾ ഇനിയിപ്പം പറയാൻ പോകുന്നത്, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ആക്ച്വലി ലാബുകളിൽ കൾച്ചർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക മീഡിയയിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുക. രണ്ട് തരത്തിലാണ് നമുക്ക് ലഭിക്കുക. ഒന്ന് പൗഡറായിട്ട് ലഭിക്കും, രണ്ടാമതൊന്ന് ലിക്വിഡായിട്ട് ലഭിക്കും. അപ്പം നമുക്കിത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഓർഗാനിക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് രാസവളമല്ല, പ്യൂർലി ജൈവമാണ്. വേറെ പ്രശ്നങ്ങളോ അലർജികളോ അങ്ങനെ ഉണ്ടാക്കുന്നൊന്നുമല്ല. ഒരു മിത്ര ബാക്ടീരിയയാണ്. നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇത് കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്കിത് കൃഷിഭവനിലൊക്കെ ലഭിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി സംബന്ധമായ ഓഫീസുകളിൽ, മീൻസ് കൃഷി വകുപ്പിലൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് ലഭിക്കും. പിന്നെ ഓർഗാനിക് ഷോപ്പുകളിൽ ലഭിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ 1 കിലോൻ്റെ പാക്കറ്റിന് ഏകദേശം ഒരു 75 മുതൽ 100 രൂപ വരെയാണ് വില ഉണ്ടാവുക. ഇതാണെന്നുണ്ടെങ്കിൽ, പൗഡറാണെന്നുണ്ടെങ്കിൽ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 ml 65 രൂപയൊക്കെ വിലയുണ്ടാവും. നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സ്പയറി ഡേറ്റ് വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടായിരിക്കണം വാങ്ങിക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പയറി ഡേറ്റ് ഒരു 6 മാസം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 6 മാസം കറക്റ്റ് നോക്കുക. നമുക്ക് എപ്പോൾ മുതലാണ് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഡേറ്റ് നോക്കി വാങ്ങിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ആയിക്കഴിഞ്ഞ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപയോഗം ഉണ്ടാവില്ല. വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് വേസ്റ്റായി പോകും. നമുക്ക് മനസ്സിലാവില്ല ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോക്കുക. ഇനി നമ്മളിത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചു, ഇപ്പോൾ ഷോപ്പിൽ നിന്ന് എവിടെന്നെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ പൗഡറാണ് പച്ചക്കറി കൃഷിയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചെടികൾക്ക് നമ്മൾ തളിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ലിക്വിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു 5 ml മുതൽ 10 ml വരെ, 5 ml ഞാൻ സ്റ്റാൻഡേർഡ് പറയാം, 5 ml 1 ലിറ്റർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്പ്രെയർ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പ്രെയറിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പൗഡർ മിക്സ് ചെയ്യുക. പൗഡറാണ് ഉപയോഗിക്കുന്നത്. പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പം ചെടികളുടെ ഇലകൾക്കെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ഉച്ച സമയത്ത് ഇത് സ്പ്രേ ചെയ്യരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടിന് ഇതൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. മിത്ര ബാക്ടീരിയ ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി ചെയ്യുകയാണ്. രാത്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും, ചൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
സ്പ്രെയർ ഉപയോഗിച്ച് ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പ്രെയർ നന്നായിട്ട് വൃത്തിയാക്കിയിരിക്കണം. നമ്മൾ ഇതിനു മുമ്പേ വേറെ ഏതെങ്കിലും രാസവളങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് സ്പ്രെയർ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണവശാലും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പ്രെയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ സ്പ്രെയറിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി രോഗകാരികളായ കുമിളുകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നിമാവിരകളെ കൺട്രോൾ ചെയ്യാനും ഇത് വളരെയധികം നല്ലതാണ്. അപ്പം നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തോളും. എന്താ പറയുക, ഇതൊരു നല്ല മിത്ര ബാക്ടീരിയയാണ്. വേറെ കാര്യങ്ങളോ പ്രോബ്ലങ്ങളോ ഒന്നുമില്ല. ഇത് വളരെയധികം യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ശീതകാല പച്ചക്കറികൾക്കാണ്. മറ്റു പച്ചക്കറികൾക്കും എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ശീതകാല പച്ചക്കറികളിലാണ് കൂടുതൽ യൂസ് ആവുക. നമുക്ക് ചീരക്കൊക്കെ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം വേറെ തന്നെ മനസ്സിലാവും. നമ്മൾ ചെയ്യുന്ന ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ചെയ്യുക. നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ ഇത് തളിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു നൈറ്റാണ് ഏറ്റവും നല്ല സമയം. ആ നൈറ്റ് നമ്മളിത് തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ കൃഷി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. നല്ല വ്യത്യാസം ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കരുത്തോട് കൂടിയിട്ട് ചെടികൾ വളരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ 1 ലിറ്റർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൽ കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ടാവും. അതായത് നമ്മൾ സ്പ്രേയറിൽ ചെയ്യുന്നതാണ്. അത് നമുക്ക് ചെടികളുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അത് എന്താ വെച്ചാൽ വേര് ചീയലിന് വളരെയധികം ഇത് നല്ലൊരു വേര് ചീയൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു സ്യൂഡോമോണസ് ഫ്ലോറസെൻസിൻ്റെ ലൈന് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചും കൂടി കട്ടിയുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു മാർഗ്ഗമാണ്. പിന്നെ ഞാൻ പറഞ്ഞു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു മെത്തേഡാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിത്തുകളൊക്കെ മുളപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ശേഷം 20 മിനിറ്റ് ആ വിത്തുകളൊക്കെ ഈ ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ പ്രത്യേകമായ ഒരു രോഗപ്രതിരോധ ശേഷി ആ ചെടികൾക്കുണ്ടാവും. വളരെയധികം പെട്ടെന്ന് മുളച്ചു വരാനും നല്ലതാണ്. അപ്പം നിങ്ങൾ വിത്തുകളൊക്കെ ഇനി ചെയ്യുന്ന സമയത്ത് ഈ സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് ലായനിയിൽ മുക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നട്ടു നോക്കുക. അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുക. ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, എങ്ങനെയുണ്ട് അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ട്രേയിലൊക്കെ ഉള്ള ചെടികൾ മണ്ണിലേക്ക് നടുന്ന സമയത്ത്, മണ്ണിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കോ നടുന്ന സമയത്ത് ഈ ട്രേന്ന് പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ലായനിയിൽ മുക്കി വെക്കുക. കുറച്ച് സമയം മുക്കി വെച്ചതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു എന്താ പറയുക, വളരെയധികം ഗുണകരമായിരിക്കും. ചെടിക്ക് നല്ലൊരു ആരോഗ്യം രോഗപ്രതിരോധ ശേഷിയൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലോണം ഗുണം ചെയ്യും. ആ വേരുകൾക്കൊക്കെ എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് സഹായിക്കും. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടും. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. അവർ ഏത് കണ്ടീഷനിലാണ് അത് കീപ്പ് ചെയ്തിട്ടുള്ളത് നോക്കുക. ഇപ്പം പുറത്ത് വെയിൽ കൊള്ളുന്നിടത്തൊക്കെയാണ് ഇത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ നിന്ന് വാങ്ങിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വെയിൽ കൊള്ളുന്നിടത്താണെന്നുണ്ടെങ്കിൽ അതിലെ ബാക്ടീരിയകളൊക്കെ നശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊരു കാരണവശാലും വാങ്ങിക്കരുത്. വെയിൽ കൊള്ളാതെ നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വാങ്ങിക്കുക. പിന്നെ നിങ്ങൾക്കിത് വാങ്ങിക്കുന്ന സമയത്ത് ഒരു കിലോൻ്റെ കിട്ടും, 1 കിലോൻ്റെ പാക്ക് കിട്ടും. അതേപോലെ തന്നെ 200 ഗ്രാമിൻ്റെ ഒക്കെ പാക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പം 1 കിലോൻ്റെ പാക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം കൃഷി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 1 കിലോൻ്റെ പാക്ക് വാങ്ങിച്ചാൽ നഷ്ടമായിരിക്കും. അപ്പം അത് ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 200 ഗ്രാമിൻ്റെ പാക്കുകളൊക്കെ അവൈലബിൾ ആണ്. പല ബ്രാൻഡിൻ്റെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ അളവിൽ വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം. പിന്നെ എക്സ്പയറി കഴിയുന്നതിന് മുമ്പേ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷി എത്രയാണോ, പച്ചക്കറി കൃഷി എത്രയാണോ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കുക. എപ്പോഴും കുറഞ്ഞ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറേ കാലം ഇത് സൂക്ഷിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പയറി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണിത്. എന്താ വെച്ചാൽ ഇത് ഒരു ജീവനുള്ള ബാക്ടീരിയാസാണ് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. അത് ഓർമ്മയിൽ വേണം. അപ്പം അതിന് എന്താ പറയുക, അപ്പം എക്സ്പയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് വൈറ്റ് കളറിലും റോസ് കളറിലൊക്കെ കിട്ടും. ഇതൊരു ആക്ച്വലി ഒരു മീഡിയയിൽ മിക്സ് ചെയ്തിട്ടാണ് വരിക. ഇപ്പം പലരും പല മീഡിയാസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലാബിൽ ഇത് കൾച്ചർ ചെയ്തെടുക്കുമ്പം ചോക്കുപൊടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല മീഡിയാസും ഇതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചോക്കുപൊടി ബേസ്ഡൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു വൈറ്റ് കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു റോസ് കളറിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കളറൊന്നും നോക്കണ്ട. നമുക്കിത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതാണ് ഈ ബാക്ടീരിയ.
അപ്പം ഇങ്ങനെ എന്താ പറയുക സാധാരണ ഒരു പൗഡർ പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ സാധാരണ ലിക്വിഡ് പോലെ നമുക്ക് തോന്നും, കണ്ണുകൊണ്ട് കാണുമ്പോൾ അങ്ങനെ തോന്നും. അപ്പോൾ ഇതിനകത്ത് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്, ഈ പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്താ പറയുക, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉപയോഗിച്ചവർക്ക് വീഡിയോൻ്റെ ആവശ്യം ഉണ്ടാവില്ല, മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കൃഷി വകുപ്പിലൊക്കെ ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക. സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്നാണ്. ചില സമയത്ത് നമ്മൾ കവറൊക്കെ വാങ്ങിക്കുമ്പം സ്യൂഡോമോണസ് എഫ് എന്നാണ് ഉണ്ടാവുക, അതും സെയിമാണ്, സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് തന്നെയായിരിക്കും. പല ബ്രാൻഡുകളും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിനി കൃഷി ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളിപ്പം കൃഷിയിലൊക്കെ ആധുനികമായ പുതിയ ടെക്നോളജികളും അതേപോലെ തന്നെ പുതിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളൊന്നും രോഗങ്ങളില്ല. എന്താ വെച്ചാൽ എല്ലായിടത്തും കൃഷിയുണ്ട്. ഇപ്പോൾ ഈ ജീവികൾക്കൊക്കെ എവിടെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിലും അതിന് ആഹാരം കിട്ടും. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പയർ നടുന്ന സമയത്ത് നമ്മൾ മാത്രമാണ് പയർ നടുന്നതെങ്കിൽ എല്ലാ പയറിൽ വരുന്ന രോഗങ്ങളും അതിന് വേണ്ട ജീവികളും അതിലത്തേക്ക് വരുന്ന ജീവികളൊക്കെ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ വരും. എന്താ വെച്ചാൽ വേറെ എവിടെയും പയർ കിട്ടാനില്ല. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് പല സ്ഥലത്തും പയർ കൃഷി ചെയ്യുമ്പം എല്ലായിടത്തും ഇതിന് പോകാൻ വേണ്ടി പറ്റും. അപ്പം ഇപ്പം വളരെ കുറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നത്. പലരും ചെയ്യുമ്പോൾ കുറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ അവിടത്തേക്ക് തന്നെ എല്ലാ ജീവികളും വരും. അവർക്കും ജീവിക്കണമല്ലോ. അപ്പം ആ ജീവികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇപ്പോഴുണ്ട്. എന്താ വെച്ചാൽ കൃഷി ചുരുങ്ങി വരികയാണ്. അപ്പം അതുകൊണ്ടാണ് രോഗങ്ങളും കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം ഓരോ വർഷത്തിലും പുതിയ രോഗങ്ങളാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പം അതിന് തക്കതായ പ്രതിവിധികളും സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ മെത്തേഡുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കൃഷി ശരിക്കും ഒരു ലാഭകരമാക്കാൻ പറ്റൂ. പിന്നെ രാസവളങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു തരത്തിലും ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലെ ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ജൈവവളത്തിൻ്റെ ഒന്നിച്ച് ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇവൻ ചാണകമോ അല്ലെങ്കിൽ പിന്നെ കടലപ്പിണ്ണാക്കോ അത് അങ്ങനെയൊക്കെ എന്താ ജൈവവളം നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ചെടികളുടെയൊക്കെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ പ്രത്യേക ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നിങ്ങളിത് യൂസ് ചെയ്യുക എന്നാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ തക്കാളിക്കൊക്കെയാണ് അടിച്ചു കൊടുത്തെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ നല്ല വൃത്തിയിൽ വളർന്നു വരുന്നത് കാണാൻ പറ്റും. നമുക്കൊക്കെ അനുഭവമുണ്ട്, യൂസ് ചെയ്തിട്ട് അനുഭവമുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പരീക്ഷിച്ച് നോക്കുക. പുതിയ ടെക്നോളജികളൊക്കെ കൃഷിയിൽ ഉപയോഗിക്കുക. എന്തായാലും നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് ഉപയോഗിക്കുക. ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ടൊക്കെ എന്നോട് കമൻറ്റായിട്ട് അറിയിക്കുക. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പുതിയ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക്. എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ടാണ് പുതിയ വീഡിയോസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സജീഷ് ഗോവിന്ദൻ. താങ്ക് യു സോ മച്ച്. ബൈ.